The Book of Nature. This story, letters from father to his daughter. Father to his daughter. Who is the doctor? Dr. Indira. Jawaharlal Nehru write letter to his daughter Indira. എന്ത് ചെയ്യാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് എന്താണ് കത്തെഴുതാണ്. തൻ്റെ മകൾക്ക് കത്തെഴുതാണ്. നെഹ്റു അലഹബാദിലും മകള് മസൂരി എന്ന സ്ഥലത്തുമായിരിക്കുമ്പോൾ തൻ്റെ മകൾക്ക് എന്ത് ചെയ്യാണ്? നമ്മുടെ മനോഹരമായ ഭൂമിയെക്കുറിച്ച് എന്ത് ചെയ്യാണ്? സ്റ്റോറി പറഞ്ഞുകൊണ്ട്, നല്ല കഥ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? കത്തെഴുതണം. ആർക്ക്? തൻ്റെ മകൾക്ക്. അപ്പോൾ ഭൂമിയെക്കുറിച്ചുള്ള വളരെ രസകരമായ ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ബട്ട് ഇൻ ഓൾ ദ ടൈംസ്, പണ്ട് when men did not exist, മനുഷ്യൻ ഇല്ലാതിരുന്ന കാലത്ത്, ഷുവർലി നോ ബുക്സ് കുഡ് ഹാവ് ബീൻ റിട്ടൺ, എന്തായിട്ടില്ല? തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എന്തായിട്ടില്ല? പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല. ഹൗ ദെൻ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ദെൻ? പിന്നെ എങ്ങനെയാണ് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടെത്തുന്നത്? വി കനോട്ട് നിയർലി സിറ്റ് ഡൗൺ ആൻഡ് ഇമാജിൻ എവറിത്തിങ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? വെറുതെ ഇരുന്നു കൊണ്ട് എല്ലാം ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ദിസ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ വി കുഡ് ഇമാജിൻ എനിത്തിങ് വി വാണ്ട്. ദിസ് വുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് നല്ല ഇൻട്രസ്റ്റാണ്, സംഭവം നല്ല ഇൻട്രസ്റ്റാണ്. ഫോർ വി കുഡ് ഇമാജിൻ എനിത്തിങ് വി വാണ്ട്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഭാവനയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അത് നല്ല താല്പര്യമുള്ളതാണ്. ആൻഡ് വുഡ് ദസ് മേക്ക് അപ്പ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫയറി ടെയിൽസ്. അതെന്ത് ചെയ്യും? നല്ല രസകരമായ ആൻഡ് വുഡ് ദസ് മേക്ക് അപ്പ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫയറി ടെയിൽസ്. നല്ല രസകരമായ, നല്ല മനോഹരമായ കഥകൾ എന്ത് ചെയ്യും? അത് ഉണ്ടാക്കും. ബട്ട് ദിസ് നീഡ് നോട്ട് ബി ട്രൂ, ആസ് ഇറ്റ് വുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ എനി ഫാക്ട്. എന്താണ്? പക്ഷെ ഇത് എന്താവില്ല, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭാവനയിൽ ഉണ്ടാക്കിയ കഥകൾ എന്താവില്ല. ബട്ട് ദിസ് നീഡ് നോട്ട് ബി ട്രൂ. അതെന്താവില്ല, അത് യാഥാർത്ഥ്യമാവണമെന്നില്ല. ആസ് ഇറ്റ് വുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ എനി ഫാക്ട്. അതൊരു ഒരു ഫാക്റ്റിൻ്റെയും അടിസ്ഥാനമായിരിക്കില്ല. ഒരു ഫാക്റ്റിൻ്റെയും അടിസ്ഥാനമായിരിക്കില്ല. ഓക്കെ. ബട്ട് ഓൾദോ, പക്ഷേ എന്നിരുന്നാലും, വി ഹാവ് നോ ബുക്സ്, നമുക്ക് എന്തില്ലായിരുന്നു? ബുക്സ് ഇല്ലായിരുന്നു. റിട്ടൺ, എഴുതപ്പെട്ട പുസ്തകങ്ങളില്ലായിരുന്നു. ദോസ് ഫാർ ഓഫ് ഡേയ്സ്, അങ്ങ് കുറേ മുന്നെന്തില്ല? നമുക്ക് പുസ്തകങ്ങളില്ല. ഫോർച്ചുനേറ്റ്ലി, പക്ഷേ ഭാഗ്യവശാൽ, വി ഹാവ് സം തിങ്സ്, നമ്മുടെ അടുക്കൽ കുറച്ച് സംഭവങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. വിച്ച് ടെൽ ആസ് ഗ്രേറ്റ് ഡീൽ ആസ് വെൽ. എന്തുണ്ട്? വിച്ച് ടെൽ ആസ്, അത് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഗ്രേറ്റ് ഡീൽ ആസ് വെൽ, നല്ല മനോഹരമായിട്ട് അന്ന് സംഭവിച്ചതെല്ലാം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അത് എന്താണ്? ആൾമോസ്റ്റ് ആസ് എ ബുക്ക് വുഡ്, പുസ്തകത്തിൽ എഴുതപ്പെട്ടതുപോലെ ആ വസ്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെന്തൊക്കെയാണ്? വി ഹാവ് റോക്സ്, നമുക്ക് പർവ്വതങ്ങളുണ്ട്, പാറകൾ. ആൻഡ് മൗണ്ടെയിൻസ്, പർവ്വതങ്ങളുണ്ട്. ആൻഡ് സീസ്, കടലുകളുണ്ട്. ആൻഡ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുണ്ട്. ആൻഡ് റിവേഴ്സ്, പുഴകളുണ്ട്. ആൻഡ് ഡിസേർട്ട്, മരുഭൂമികളുണ്ട്. ആൻഡ് ഫോസിൽസ് ഓഫ് ഓൾഡ് അനിമൽസ്, പഴയ മൃഗത്തിൻ്റെ ഫോസിൽസുകളുണ്ട്. ദീസ് ആൻഡ് അതർ ലൈക്ക് തിങ്സ് ആർ അവർ ബുക്സ്. എന്താണ്? ദീസ് ആൻഡ് അതർ, ഇതും മറ്റുള്ളവയുമാണ്, ഇതുപോലത്തെ മറ്റുള്ളവയുമാണെന്ത്? നമ്മുടെ പഴയകാല പുസ്തകങ്ങൾ. ഫോർ ദി എർത്ത്സ് ഏർലി സ്റ്റോറി, നമ്മുടെ പഴയ ഏറ്റവും മനുഷ്യന്മാർ ഇല്ലാത്ത കാലത്ത് നമുക്ക് അന്നത്തെ സ്റ്റോറികളൊക്കെ പറഞ്ഞു തന്നിരുന്നത് ആരാണ്? ഈ മലകളാണ്. ഈ മലകളും പുഴകളും അരുവികളും കാടുകളുമാണെന്ത് നമുക്ക് പിന്നീട് എന്ത് പറഞ്ഞു തന്നത്?
ആ പണ്ട് 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 കാലത്തെ കഥകൾ നമുക്ക് പറഞ്ഞു തന്നത്. ആൻഡ് ദ റിയലി വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റോറി ഈസ് നോട്ട് merely ടു നീഡ്. റിയൽ വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റോറി, ഈ സ്റ്റോറി ശരിക്കും മനസ്സിലാക്കാൻ, ഈസ് നോട്ട് merely റീഡ് അബൌട്ട് ഇൻ അതർ പീപ്പിൾസ് ബുക്ക്. എന്നാൽ ഈ സ്റ്റോറി മനസ്സിലാക്കാൻ, ഈ പഴയകാല ഭൂമിയുടെ ചരിത്രം സ്റ്റോറി മനസ്സിലാക്കാൻ മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ വായിക്കല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? ബട്ട് ടു ഗോ ടു ദി ഗ്രേറ്റ് ബുക്ക് ഓഫ് നാച്ചർ ഇറ്റ് സെൽഫ്. എന്ത് ചെയ്യണം നമ്മൾ? പ്രകൃതിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പോകണം. പ്രകൃതിയുടെ പുസ്തകത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? പഴയകാല പ്രകൃതിയുടെ ആ ഒരു ചരിത്രം നമുക്ക് മനസ്സിലാവുള്ളൂ. നോക്കി, യു വിൽ ഐ ഹോപ്പ് സൂൺ ബിഗിൻ ടു ലേൺ ഹൗ ടു റീഡ് ദിസ് സ്റ്റോറി ഫ്രം റോക്സ് ആൻഡ് മൗണ്ടെയിൻ. യു വിൽ എന്ത് ചെയ്യും? നീ ചിന്തിക്കും. You can. I hope soon begin to learn how to read the story from the rocks and mountain. എന്ത് ചെയ്യുക? I hope, ഞാൻ പ്രതീക്ഷിക്കുന്നു. I hope, നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I hope soon begin to learn how to read the story from rocks and mountain. എങ്ങനെയാണ് നമ്മൾ പർവ്വതങ്ങളിൽ നിന്നും പാറകളിൽ നിന്നും ഈ കഥകൾ എങ്ങനെ മനസ്സിലാക്കും, എങ്ങനെ വായിച്ചെടുക്കും? ഇമേജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. എന്തൊരു അത്ഭുതമാണ്, എന്തൊരു അത്ഭുതകരമാണ്. Every little stone that you see lying on the road or the mountain side may be little page. എന്താണ്? Every story. നോക്കി, ഇമേജിൻ ഹൗ every little stone, എല്ലാ ചെറിയ കല്ലുകളും, that you see lying on the road, നിങ്ങളുടെ വഴിയരികിൽ റോഡ് സൈഡിൽ കാണുന്ന എല്ലാ കല്ലുകളും, on the mountain side, പർവ്വതങ്ങൾക്കടിയിൽ കാണുന്ന സൈഡിൽ കാണുന്ന എല്ലാ കല്ലുകളും, മേ ബി എ ലിറ്റിൽ പേജ്, അതൊരു പേജാണ്. ഇൻ നാച്ചേഴ്സ് ബുക്ക്. എന്താണ്? പ്രകൃതിയുടെ പുസ്തകത്തിൻ്റെ ഓരോ പേജുകളാണ് ഏത്? നമ്മളുടെ റോഡരികിൽ കാണുന്ന ഓരോ കല്ലുകളും. ആൻഡ് മേ ഏബിൾ ടു ടെൽ യു സംതിങ്. ആ കല്ലുകൾക്കെല്ലാം എന്ത് പറയാനുണ്ട്? നിന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്. ഇഫ് യു ഓൺലി ന്യൂ ഹൗ ടു റീഡ്. ഇഫ് യു ഓൺലി ന്യൂ ഹൗ ടു റീഡ്. നിനക്ക് അവകളെക്കുറിച്ച് നിനക്ക് അറിയാൻ കഴിഞ്ഞാൽ, ഇഫ് യു ഓൺലി ന്യൂ ഹൗ ടു റീഡ്, അവകളെ നിനക്ക് എങ്ങനെ സംസാരിക്കും, എങ്ങനെ വായിക്കാൻ കഴിയുമെന്ന് നിനക്ക് മനസ്സിലാക്കിയാൽ അവകൾക്ക് ഒരുപാട് പറയാനുണ്ട്. ടു ബി ഏബിൾ ടു റീഡ് എനി ലാംഗ്വേജ്, ഹിന്ദി. ടു ബി ഏബിൾ ടു റീഡ് എനി ലാംഗ്വേജ്, ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ്, യു ഹാവ് ടു ലേൺ ഇറ്റ്സ് ആൽഫബറ്റ്. എന്ത് ചെയ്യണം? നിനക്ക് ഹിന്ദി മനസ്സിലാവാൻ, ഉറുദു മനസ്സിലാവാൻ, ഇംഗ്ലീഷ് മനസ്സിലാവാൻ നീ എന്ത് ചെയ്യണം? ടു ഏബിൾ, അതൊക്കെ വായിക്കാൻ എന്ത് ചെയ്യണം? യു ഹാവ് ടു ലേൺ ഇറ്റ്സ് ആൽഫബറ്റ്. എന്ത് ചെയ്യണം? അതിൻ്റെ അക്ഷരമാലകൾ പഠിക്കണം. സോ ആൾസോ യു മസ്റ്റ് ലേൺ ദ ആൽഫബറ്റ് ഓഫ് നാച്ചർ. എന്ത് ചെയ്യണം? നിനക്ക് പ്രകൃതിയുടെ പുസ്തകം വായിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? യു മസ്റ്റ് ലേൺ ദി ആൽഫബറ്റ് ഓഫ് നാച്ചർ ബിഫോർ യു ക്യാൻ റീഡ് ദ സ്റ്റോറി ഇൻ ഹെർ ബുക്സ് ഓഫ് സ്റ്റോൺ ആൻഡ് റോക്സ്. എന്ത് ചെയ്യണം? പാറകളുടെയും കല്ലുകളുടെയും കഥകൾ വായിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അതിൻ്റെ ആൽഫബറ്റുകൾ അറിയണം. ആൽഫബറ്റുകൾ അക്ഷരമായ. സോ ആൾസോ യു മസ്റ്റ് ലേൺ ആൽഫബറ്റ് ഓഫ് നാച്ചർ. എന്ത് ചെയ്യണം? പ്രകൃതിയുടെ ആൽഫബറ്റ് അറിയണം. ബിഫോർ യു ക്യാൻ റീഡ് ഹെർ സ്റ്റോറി, ഹെർ ബുക്സ് ഓഫ് സ്റ്റോൺ. കല്ലിൻ്റെയും ആൻഡ് പാറകളുടെയും പുസ്തകങ്ങൾ വായിക്കാൻ എന്ത് വേണം? അതിൻ്റെ ആൽഫബറ്റ് അറിയണം. ഈവൻ നൗ പെർഹാപ്സ് യു നോ ലിറ്റിൽ ഹൗ ടു റീഡ് തിങ്സ്. എന്ത് ചെയ്യും? അങ്ങനെ അറിഞ്ഞെന്ത് ചെയ്യും? യു നോ, പെർഹാപ്സ്, ഈവൻ നൗ പെർഹാപ്സ് യു നോ ലിറ്റിൽ ഹൗ ടു റീഡ് ദിസ്. ഈവൻ നൗ, ഇപ്പോഴും നിനക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? പെർഹാപ്സ് യു നോ ലിറ്റിൽ ഹൗ ടു റീഡ് ദിസ്. നിനക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ വായിക്കാൻ ചിലപ്പോൾ കഴിയും.